بسم الله الرحمن الرحيم السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد. സ്നേഹമുള്ള സഹോദരന്മാരെ, സൂറത്തുൽ ഫാത്തിഹയിലെ രഹസ്യം എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ സിർ എന്നറിയപ്പെടുന്ന ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ഉത്കൃഷ്ടമായ വചനത്തെ കുറിച്ചാണ് നമ്മൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നു, അള്ളാഹുവോട് മാത്രം സഹായം തേടുന്നു എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ അതാണ് നമ്മൾ വിശദീകരിക്കുന്നത്. ഇതിൽ നമ്മൾ കഴിഞ്ഞ ദിവസം വിശദീകരിച്ച് അള്ളാഹുവിനെ ആരാധിക്കുമ്പോൾ ഇബാദത്തുകളിൽപ്പെട്ട ദുആ, ഇബാദത്തുകളിൽപ്പെട്ട കർമ്മങ്ങൾ, അത് സക്കാത്ത് ആയിക്കോട്ടെ, നദർ നേർച്ച ആയിക്കോട്ടെ, ഖൗഫ് ആകട്ടെ, ഇതെല്ലാം ആർക്കാണ്? അള്ളാഹുവിനാണ് എന്ന് വിശദീകരിച്ചു. ആ വിഷയത്തില് ഇന്ത്യയിലെ പ്രത്യേകിച്ച് തമിഴ്നാട്ടിലൊക്കെ എഴുതിയുണ്ടാക്കിയ ഈ ബദർമാലയിൽ എന്ത് പറയുന്നുണ്ട്? ദുആ ബദരീങ്ങളോടാണ് എന്ന് തന്നെ കാണിക്കുന്ന വാക്യം എന്തിലുണ്ട്? ബദർമാലയിലുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ദിവസം ഓതിക്കേൽപ്പിച്ചാൽ അതിൽ പറയുന്നത് എന്താ? എന്നും കൊടുമ മികന്നൊരു നേരത്ത് അവരെ വിളിച്ച് ദുആ ഇരുന്നെങ്കിൽ, അങ്ങനെ തന്നെയാണ് ദുആ. അപ്പൊ നമ്മുടെ പണ്ഡിതന്മാരോട് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത് തെറ്റല്ലേ, അത് ശിർക്കല്ലേ എന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു, ഞങ്ങൾ ദുആ ചെയ്യുകയല്ല, ഞങ്ങൾ സഹായം തേടുകയാണ് എന്ന് പറഞ്ഞ് ജനങ്ങളൊക്കെ വിളിപ്പിച്ചു. അവിടെയും പാടില്ല, സഹായം തേടാനും പാടില്ല, അള്ളാഹു ഇല്ലാത്തവരോട് സഹായം തേടാനും പാടില്ല. നമ്മള് ഇപ്പോ ഒരു 10 രൂപ എനിക്ക് വേണം, അത് നമ്മുടെ ജീവിതത്തില് സൂറത്തുൽ മാഇദയില പരസ്പരം നിങ്ങൾ സഹകരിക്കണം, പുണ്യകാര്യത്തില് പുണ്യപരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ സഹകരിക്കണം എന്നുള്ള രീതിയിൽ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. ഇത് അങ്ങനെയുള്ള സഹായമല്ല. ഇവിടെ നോക്കൂ, ഇത് അൽഫിയ എന്ന് പറഞ്ഞ കിതാബാണ്. അതാണ് അൽഫിയ. എന്താണ് അൽഫിയ? അൽഫിയ രചിച്ച മഹാൻ ജനിക്കുന്നത് ഹിജറ 600. ഹിജറ 600. അൽഫിയ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മാന അൽഫിയ 1000. അപ്പോ ഇതിൽ 1000 ബൈത്തുകളുണ്ട്. ഇത് 2 പാർട്ടായിട്ടാണ്. ഫസ്റ്റ് പാർട്ടാണ് 1000 ബൈത്തുകൾ. എന്ത് ബൈത്ത്? ഏതെങ്കിലും സോങ്ങല്ല, നഹു, ഗ്രാമർ. ഇപ്പൊ എന്തുകൊണ്ടാണ് ഇവിടെ മുഹമ്മദുൻ എന്ന് കണ്ട? ഇതൊക്കെ എങ്ങനെയാണ് വരുന്നത്? അതുപോലെയുള്ള നഹു, ബിസ്മില്ല, അതുകൊണ്ട് ബിസ്മി കഴിഞ്ഞിട്ട് അല്ലാഹു എന്ന് പറഞ്ഞില്ല. അപ്പൊ അതുപോലെ തന്നെ നഹു എത്ര ബൈത്തുകളുണ്ട്? 1000 ബൈത്തുകൾ. ഈ മഹാൻ ഈ ഗ്രന്ഥം രചിക്കുന്നതിന് മുമ്പ് ഒരു ഗ്രന്ഥം രചിക്കാൻ പോയിട്ട്, ആ ഗ്രന്ഥം രചിക്കുന്നതിന് മുമ്പ് എത്രയാണ് ജനിക്കുന്നത്? ഹിജറ 600. അതൊക്കെ നമ്മുടെ മൈൻഡിൽ വേണം. ഈ മഹാൻ ജനിക്കുന്നത് അൽഫിയ ഇബ്നു മാലിക്, മുഹമ്മദ് ബിൻ മാലിക് റഹിമഹുല്ലാ ജനിക്കുന്നത് എത്രയാ? ഹിജറ 600. അപ്പൊ ഹിജറ 600 ജനിച്ച ഈ മഹാൻ അവരുകള് അതിനു മുമ്പ് എത്ര ശ്രേഷ്ഠരായിട്ടുള്ള വ്യക്തിത്വങ്ങള് ഈ ഭൂമുഖത്ത് നിന്ന് വഫാത്തായി പോയിട്ടുണ്ട്. അവരോട് ആരെങ്കിലും സഹായം തേടിയോ? ഇല്ല. സഹായം തേടിയത് ആരോടാ? അല്ലാഹുവോട്. ഏത്? ഒരു ബുക്ക് ഗ്രന്ഥം രചിക്കുന്നതിന് മുമ്പ് ആ ബുക്കിന്റെ വിഷയങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അതിന്റെ സഹായം തേടിയത് ആരോടാ? അല്ലാഹു. മനസ്സിലായി? ഈ വിഷയം നമ്മൾ ശരിക്കും പഠിക്കണം. നമ്മുടെ മുസ്ലിം സഹോദരന്മാർക്ക് ഇപ്പോ അല്ലാഹു ദുആയ്ക്ക് ഉത്തരം കിട്ടാത്തതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന മൊത്തം ശിർക്ക് പരമായ കാര്യങ്ങൾ. ശിർക്ക് ചെയ്താൽ അല്ലാഹു കൊടുക്കത്തില്ല, ഉത്തരം കൊടുക്കത്തില്ല. അപ്പൊ ഇതിന്റെ സ്റ്റാർട്ടിങ്ങില് ഈ ബൈത്ത് തുടങ്ങണത് എങ്ങനെയാണ്? കാല മുഹമ്മദ്. ഇത് നിങ്ങൾ എഴുതിയിട്ട് നമ്മുടെ മക്കളെയൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക. നഹു ഗ്രാമർ പഠിക്കാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗമാണ്. പിന്നെ
വളരെ ലളിതമായ രീതിയിൽ പഠിക്കാൻ പറ്റും. ഖാല മുഹമ്മദ് ഇബ്നു മാലിക് റഹിമഹുല്ലാഹ് ഈ ഗ്രന്ഥം എഴുതിയ ആള്. അതിന്റെ സ്റ്റാർട്ടിംഗ് ആണ് ഖാല മുഹമ്മദ് ഹുവ ഇബ്നു മാലിക് അഹ്മദു ഞാൻ സ്തുതിക്കുന്നു റബ്ബി ആരാണ് റബ്ബി? അല്ലാഹു ആയ റബ്ബിനെ ഞാൻ സ്തുതിക്കുന്നു. ഖൈറ മാലിക് ഏറ്റവും ഉത്തമനായ അല്ലെങ്കിൽ രാജാതിരാജനായ റബ്ബിനെ ഞാൻ സ്തുതിക്കുന്നു. അള്ളാഹുവോട് ഒരു കാര്യം സഹായം തേടുന്നതിന് മുമ്പ് എല്ലാ വിശ്വാസികളും ചെയ്യേണ്ടതാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതാണ് അല്ലെ നമ്മൾക്ക് ഇപ്പോൾ നമ്മുടെ ഒരു വീട്ടില് അല്ലെങ്കിൽ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അതിന് നമ്മൾ എന്താ പറയേണ്ടത്? ഈ സെന്റൻസ് പറഞ്ഞത് ഇതിൽ വരുന്ന ഇതേ സെന്റൻസ് ഈ മഹാൻ എന്താണോ പറഞ്ഞത്? ഇപ്പൊ ഒരു മുഷ്കിൽ ഇവിടെ ഉണ്ട്. ആ മുഷ്കിൽ ഒരു പ്രശ്നത്തിൽ നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ പറയുമ്പോൾ നസ്തഈനു ബില്ലാഹി ലിഹല്ലി ഹാദിഹിൽ മുഷ്കില എന്ന് നമുക്ക് അറബിയിൽ പറയാം. അല്ലാഹുവേ ഈ മുഷ്കിലത്തായിട്ടുള്ള ഇതിൽ നിന്ന് അല്ലാഹു ഞങ്ങൾ നിന്നോട് സഹായം തേടുന്നു. പക്ഷെ നമുക്ക് ഈ അറബി ഭാഷ ആൾക്കാർ പഠിക്കാൻ കൊണ്ടാണ് ഈ എന്ത് സംഭവിച്ചത്? മറ്റു കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് എന്താണ് പ്രശ്നം എന്നുള്ള വാക്കിന് പറയേണ്ട കാര്യം എന്താ? സോൾവ് ചെയ്യണതിന് അതിലേക്ക് കൊടുക്കേണ്ട വാക്ക് നസ്തഈൻ ഞങ്ങൾ സഹായം തന്നു, ഞാൻ നേടുന്നു അസ്തഈനു. അപ്പൊ ഈ നഹു വിശദീകരിക്കുന്നിടത്ത് എന്ത് പറയണം? ഫസ്റ്റ് അള്ളാഹുവിനെ സ്തുതിക്കുന്നു, രാജാതിരാജനായ റബ്ബിനെ സ്തുതിക്കുന്നു. എങ്ങനെ സ്തുതിക്കുന്നു? ആ ഹാലാണ് ഇവിടെ വിവരിക്കുന്നത്. ആ മഹാന്റെ ഇബ്നു മാലിക് റഹിമഹുല്ലാഹ് എന്ന് പറയുന്ന മഹാൻ ഫസ്റ്റ് ചെയ്യുന്നു അഹ്മദു റബ്ബി, എന്റെ റബ്ബിനെ സ്തുതിച്ചു. രണ്ടാമതെന്താ? മുസല്ലിയൻ അലാ റസൂലിൽ മുസ്തഫ വആലിഹിൽ മുസ്തഖ്ബിലീന ശറഫ. ഇതങ്ങനെ രണ്ടാമതെന്താ? മുസല്ലിയൻ സ്വലാത്ത് ചൊല്ലിയ രീതിയിൽ അലാ റസൂലി റസൂലിന്റെ പേര് സ്വലാത്ത് ചൊല്ലിയ ഹാലിൽ അൽ മുസ്തഫ. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു നാമമാണ് അൽ മുസ്തഫ. മുസല്ലിയൻ അല റസൂലിൽ മുസ്തഫ സ്വലാത്ത് ചൊല്ലിയ ഹാലില് ആരുടെ മേല്? അല റസൂലിൽ മുസ്തഫ. തന്നെയുമല്ല വആലിഹിൽ മുസ്തഖ്ബിലീന ശറഫ അവിടുന്നുള്ള കുടുംബത്തിന്റെ പേരിലും പരിപൂർണമായിട്ടുള്ള കുടുംബത്തിന്റെ ഉത്തമനായിട്ടുള്ള കുടുംബത്തിന്റെ പേരും സ്വലാത്ത് ചൊല്ലിയ രീതിയിൽ രണ്ടാമത് വന്നു. ഫസ്റ്റ് സ്തുതിച്ചു, രണ്ടാമത് സ്വലാത്ത് ചൊല്ലി. ആരുടെ മേല്? നബിയുടെ മേല്, കുടുംബത്തിന്റെ മേല്. അടുത്ത പറയുന്നത് എന്താ? അടുത്ത ലൈനാണ് നമുക്ക് നിങ്ങൾ പഠിച്ചുകൊണ്ട് അള്ളാഹുവോട് ഞാൻ സഹായം തേടുന്നു. ഏതിന്റെ കാര്യത്തിൽ? ഫി അൽഫിയത്തി. ഞാനൊരു ഗ്രന്ഥം എഴുതാൻ പോകുന്നു. ഈ ഗ്രന്ഥത്തിന്റെ പേരാണ് അൽഫിയ, 1000 ബൈത്തുകൾ. ഈ ഗ്രന്ഥത്തിന്റെ കാര്യത്തിൽ ആരോടാണ് മഹാൻ സഹായം തേടിയത്? ഏതെങ്കിലും മൺമറിഞ്ഞു പോയ അല്ലെങ്കിൽ വഫാത്തായി പോയ നബിമാരോട് കേട്ടോ? ഏതെങ്കിലും ഔലിയാക്കന്മാരോട് കേട്ടോ? ഇല്ല. ഹിജറ 6-ാം നൂറ്റാണ്ടില് അൽഫിയ എന്ന് പറഞ്ഞ മഹാഗ്രന്ഥം എഴുതി ലോകത്തിന് സംഭാവന ചെയ്ത് നഹ്വിന്റെ എല്ലാ ഗ്രാമറിന്റെ നിയമങ്ങളും പഠിപ്പിച്ച മഹാന് ഞാൻ സഹായം തീർന്നു. ആരോടും? അള്ളാഹുവിനോടും. അൽഫിയത്തി എന്ന് പറയുന്ന ഈ ഗ്രന്ഥത്തിന്റെ കാര്യത്തിൽ കേട്ടാ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇവിടെ എന്താ? നമ്മുടെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാലും മനുഷ്യര് സിയാറത്ത് അല്ലെങ്കിൽ ദർഗയിലേക്ക് പോയിട്ട് അവരോട് സഹായം തേടും. അപ്പോൾ പ്രാർത്ഥിക്കുന്നു. പറയുമ്പോൾ എന്താ പറഞ്ഞത്? അല്ല, ഞങ്ങൾ സഹായം തേടുകയാണ്. എന്താ പറയുന്നത്? നിങ്ങൾ ഈ വേർഡ് ശരിക്കും ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഒരു 20 മണിക്കൂർ പ്രസംഗം കേൾക്കണമെന്നല്ല. ഇന്ന് വരെയും ഇപ്പൊ 100 വർഷമായിട്ട് ഈ സമസ്ത രൂപീകരിച്ചിട്ടെന്ന് പറയും. ഇന്ന് വരെയും അവർ പറയുന്ന വിഷയം എന്താ? സഹായം തേടുന്നല്ലേ പറഞ്ഞു. മഹാന്മാർ സഹായം തേടിയത് ആരോടാ? ഒരു കിതാബ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഇവരെ സഹായം തേടിയത് ഈ ഗ്രന്ഥത്തിന്റെ കാര്യത്തിൽ പോലും ആരോട് സഹായം തേടി? അല്ലാഹുവിനോട് സഹായം തേടി. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ 3 കാര്യമാണ് പഠിക്കേണ്ടത്. ഏതൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും അൽഹംദുലില്ലാഹി റബ്ബിൽ അല്ലാഹുവിനെ സ്തുതിക്കണം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. പിന്നെ സ്വലാത്ത് ചൊല്ലണം. പിന്നെ എന്താണോ? പിന്നെ കുടുംബത്തിന്റെ പേര് സ്വലാത്ത്. അടുത്തത് എന്താണോ നമുക്ക് പറയാനുള്ളത് അത് പറയുക. ആരോട്?
അള്ളാഹു കണ്ട. ഇതാണ് ഇസ്ലാമിന്റെ നിയമം. ഇതിനപ്പുറം നമ്മുടെ നാട്ടിൽ എങ്ങനെ ദുആ, നിങ്ങളൊക്കെ പള്ളിയിൽ ദുആ ഇലാഹദർത്തി വരുന്നില്ലേ? ഇലാഹദർത്തി ഇത് മഹാന്മാരും കൂടെ എവിടെയെങ്കിലും ഇലാഹദർത്തി വന്നിട്ടുണ്ടോ? നിങ്ങൾ കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ തൗഹീദിന്റെ ആൾക്കാര് പള്ളി ഉണ്ടാക്കിയിട്ട് കുറെ ഇങ്ങനെ പ്രഭാഷണം കേൾക്കുന്നതല്ല. നിങ്ങൾ എവിടെയെങ്കിലും ഈ ഗ്രന്ഥങ്ങൾ ധാരാളം ഇതൊക്കെ എന്താ എന്തുകൊണ്ട് ഈ ഗ്രന്ഥത്തിന് ഇത് അടിച്ചിറക്കിയതല്ല സമസ്തക്കാരൻ. അവരുടെ ഗ്രന്ഥം അവരാണ് ഇത് അവരുടെ പുസ്തകത്തിൽ നിന്ന് കൊണ്ടുവരും. എന്തുകൊണ്ട് ഈ ഇലാഹദർത്തി ഇതിൽ എഴുതുന്നില്ല? ചിന്തിക്കണം. അപ്പൊ അത് മഹാന്മാരുടെ ഒരു ഗ്രന്ഥത്തിനും ഇലാഹദർത്തിയില്ല. ഇലാഹദർത്തി വന്നതെന്നുപോലെ ഹദ്ദാദ് റാത്തിബ് പോലെ. ഹദ്ദാദ് റാത്തിബിന്റെ വ്യക്തി ജനിക്കുന്നത് എന്താ? ജനിച്ചിട്ട് എത്ര വർഷമായി? ഹിജറ 1000, ഇപ്പൊ 1447 ഹിജറ 1000 കഴിഞ്ഞിട്ടാണ് ആര് ജനിക്കുന്നത്? ഹദ്ദാദ് റാത്തിബിന്റെ ആ വ്യക്തി ജനിക്കുന്നത്. അപ്പൊ നമ്മൾ ഓരോ വിഷയങ്ങൾ പഠിക്കുമ്പോൾ അതിനൊരു അടിസ്ഥാനം ഉണ്ടാകണം. ഇത് പഠിച്ചില്ലെങ്കിൽ നമ്മൾ വന്ന് തൗഹീദ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ നഹ്വിന്റെ ഗ്രന്ഥങ്ങള് ധാരാളം നഹ്വിന്റെ ഗ്രന്ഥങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് അൽഫിയ. ഈ അൽഫിയ എന്ന് പറഞ്ഞ ഗ്രന്ഥം എഴുതുന്നതിന് മുമ്പ് ആ മഹാനവറുകള് ആരാണെന്ന് പറയുന്നു, പിന്നെ എന്താണ് ചെയ്തത് എന്നാണ് സ്തുതിക്കുന്നു, സ്വലാത്തിയിടുന്നു, പിന്നെ കുടുംബത്തിന്റെ പേര് നബിസ്വല്ലല്ലാഹു കുടുംബത്തിന്റെ പേര് സ്വലാത്തിയിടുന്നു, പിന്നെ എന്താണോ ചെയ്യാൻ പോകുന്ന ആ വിഷയം പറയുന്നു. അല്ലാഹു ഞാൻ നിങ്ങളോട് സഹായം തരുന്നു. ഏതിന്റെ കാര്യത്തിൽ? നമ്മുടെ ഒരു വീട് പണിയുടെ കാര്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഒരു വിസയുടെ കാര്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ തന്നെയായിരുന്നു അതിന്റെ സ്റ്റെപ്പ്. ആദ്യമേ നമ്മൾ ഒരു വിസ നമുക്ക് ചെയ്യാന്നില്ല, അല്ലെങ്കിൽ രോഗം കൊണ്ട് കഷ്ടപ്പെടും. ആദ്യമേ അതാണ് സ്തുതിക്കണം. എത്ര രോഗവുമായിക്കോട്ടെ, രോഗം വരുമ്പോ ഇങ്ങനെ തന്നെ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അങ്ങനെ തന്നെ പറഞ്ഞു. പിന്നെ സ്വലാത്ത്, കുടുംബത്തിന്റെ പേര് സ്വലാത്ത്, പിന്നെ ആ രോഗത്തിൽ നിന്നുള്ള രക്ഷണത്തിന് സഹായം തേടണം. ഇത് തന്നെയാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതിന് വിരുദ്ധമായിട്ട് ധാരാളം ആശയങ്ങൾ ഇവിടെ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ അതിന്റെ കൂടെ ആൾക്കാർ കൂടുതലുണ്ടാവും. പക്ഷെ നമുക്ക് പ്രമാണങ്ങളാണ് വേണ്ടത്. കുറെ പ്രമാണിമാരുടെ ഭാഗത്തുണ്ടെന്ന് പറഞ്ഞ കാര്യം നമുക്ക് എപ്പോഴും വേണ്ടതുണ്ടാണ് പ്രമാണം. പക്ഷെ പ്രമാണം നമ്മൾ പഠിക്കണം. വെറുതെ ഇങ്ങനെ ഇവിടെ ഉണ്ട്, പള്ളിയിലുണ്ട്, അല്ലെ ഉസ്താദിന്റെ റൂമിലുണ്ട്, വീട്ടിലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ കാര്യങ്ങൾ പഠിക്കണം. അല്ലാഹു പരിശുദ്ധ ഖുർആൻ തിരുസുന്നത്തിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ പഠിപ്പിച്ചത് അതുപോലെ തന്നെ പഠിച്ച് ജീവിതത്തിൽ പകർത്തുന്ന വിശ്വാസികളെ നമ്മുടെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാട്ടെ. നമ്മൾ അറിഞ്ഞോ അറിയാതെ ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള എല്ലാ സഹോദരി സഹോദരന്മാരുടെയും കപടങ്ങളെ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാട്ടെ. അവരെയും നമ്മളെയും അല്ലാഹു ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാട്ടെ. വാഹൃദാവാന അനിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.